55 കൊല്ലം കൊണ്ട് ഞാൻ അമ്മേരെ നടയിരുന്ന് കച്ചവടം ചെയ്യണം. പക്ഷെ അതിന് ഓരോ വർഷം പോകും തോറും എൻ്റെ അമ്മേരെ നട നല്ല ഒരു പേരും പെരുമയും കേട്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. എൻ്റെ അറിവായ കാലം മുതല് ഞാനൊരു സങ്കടം അമ്മേരെ മനസ്സിൽ പതിഞ്ഞു പറഞ്ഞാൽ അതെനിക്ക് ഉറപ്പായിട്ട് നടന്നിരിക്കും. എൻ്റെ ഈ അമ്മ സത്യമായിട്ട് അത് നടന്നിരിക്കാൻ ഒരു മാറ്റവും ഇല്ല. എന്നുവെച്ചാൽ അത്ര വിശ്വാസം എനിക്ക് അമ്മേരോടുള്ള, അമ്മേരെ മോളാണ് എനിക്ക്. നമസ്കാരം. തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കുന്നത് ഈ ഒരു സമയത്താണ്. വരുന്ന 2 ദിവസത്തിനുള്ളിൽ തലസ്ഥാനം ഒന്നടങ്കം വിശ്വാസികളുടെ ഒരു ചുറ്റപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വരുന്ന 23-ാം തീയതി ആറ്റുകാൽ പൊങ്കാലയുടെ തുടക്കമാകുകയാണ്. എന്തായാലും അതിന്റെ ഒരുക്കങ്ങൾ എവിടെയൊക്കെ എത്തിക്കഴിഞ്ഞു എന്നറിയാൻ വേണ്ടിയുള്ള വരവാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ മുൻവശത്താണ്. ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകൾ ഏതൊക്കെ വിധേനയാണ് ഇവിടെ എത്തുക എന്നുള്ളതാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് KSRTC വിഭാഗത്തിൽ നിന്ന് ഒരു ചേട്ടൻ ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ? കുഴപ്പമില്ല. ഇവിടെ പെട്ടെന്ന് അവർക്ക് തൊഴുതു വരാൻ പറ്റി. പൊങ്കാല ഇടാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് അതിന് മുന്നോടിയായിട്ട് എല്ലാ ഡിപ്പോയിലും KSRTC വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് ക്ഷേത്രത്തിൽ തൊഴുന്നതിന് വേണ്ടി. അന്ന് വരുമ്പോൾ തൊഴാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് 3-4 ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ഡിപ്പോയിൽ നിന്ന് വെഞ്ഞാറമൂട്, പത്തനംതിട്ടയൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. ഇവിടെ കാര്യങ്ങൾ സുഖമായിട്ട് ഇപ്പൊ തൊഴുതു വരാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ KSRTC സംവിധാനങ്ങൾ പൊങ്കാല ഇടുന്നതിന് വേണ്ടി എനിക്ക് 100ഓളം ബസ്സുകൾ പൊങ്കാലയ്ക്ക് വേണ്ടി തന്നെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഡിപ്പോയിൽ നിന്ന് 5 മുതൽ 10 വരെ ബസ്സുകൾ KSRTC പാക്കേജ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അവർക്ക് തൊഴാൻ പറ്റാത്തത് കൊണ്ട് അവരെ മുന്നോടിയായിട്ട് അവർക്ക് വീണ്ടും ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വന്നത് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് വന്നതാണ് ഈ ബസ്. ഇപ്പൊ പത്തനംതിട്ട വെഞ്ഞാറമൂടൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. ഇനിയും കുറെ ബസ്സുകളൊക്കെ വരാനുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ. എങ്ങനെയാ? എന്റെ പേര് രാജമ്മ. ഇവിടെ എല്ലാ വർഷവും ഇവിടെ തന്നെ എന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് 4 മക്കളുണ്ട്. അതിനുണ്ട് ഒരു മോള്, നടക്കാത്ത മോള്. അത് കഴിഞ്ഞ് ഗതിയില്ലാതായപ്പോ അമ്മേരെ നടയിൽ വന്ന് ഇതായത് വിറ്റ് 11 വർഷം കൊണ്ട് അമ്മേരെ നടയിൽ ജീവിക്കണം. ആറ്റുകാൽ പൊങ്കാലാക്കി ദിവസങ്ങൾ മാത്രമാണല്ലോ ബാക്കി. ഇവിടുത്തെ ഒരു അങ്ങനെയല്ല, നമുക്ക് വിൽക്കാൻ വലുതായിട്ട് വിൽക്കൂല. എന്തുകൊണ്ടെന്നറിയാം, ഞങ്ങൾ ഇവിടുത്തെ സ്ഥിര കച്ചവടക്കാരാണ്. ഈ വരുന്ന ആൾക്കാർ ആലപ്പുഴ അങ്ങനെ ഇങ്ങനെയൊക്കെ വിൽപ്പനക്കാർ വരും, അവര് വിൽക്കും. ഞങ്ങൾക്ക് അരിക്കുള്ളത് എന്റെ പൊന്നമ്മ തരണുണ്ട്. എനിക്ക് എന്റെ മോനകത്ത് ജോലിയുണ്ട്. അമ്മ പൊങ്കാല ഇടാറുണ്ടോ? പൊങ്കാല എനിക്ക് ഇട്ടൂടാ. ഈ വർഷം എന്റെ സഹോദരൻ മരിച്ചിരുന്ന 41 ആയുള്ളൂ. അതുകൊണ്ട് പൊങ്കാല ഈ വർഷം പൊന്നമ്മയുടെ നടയില്ല. അതിലൊരു സങ്കടമുണ്ടോ? അതില് വലിയ സങ്കടമുണ്ട് മക്കളെ. എന്റെ അമ്മച്ചി പിച്ച തരണുണ്ട്. അവർക്ക് അത് വാങ്ങിച്ച് അവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിശേഷമാണ്. ഈ അമ്മരെ ചേച്ചി അപ്പുറത്തോട്ടാണ്. അമ്മരെ കൊഞ്ചർല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഇന്ന് പൊങ്കാലയാണ്. അത് ഈ 2 അമ്മമാരെ ഇടയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. എക്സ്പീരിയൻസ് കാണിക്കണം എന്ന് വെച്ചാൽ 55 കൊല്ലം കൊണ്ട് ഞാൻ അമ്മേരെ നടയിരുന്ന് കച്ചവടം ചെയ്യണം. പക്ഷെ അതിന് ഓരോ വർഷം പോകും തോറും എൻ്റെ അമ്മേരെ നട നല്ല ഒരു പേരും പെരുമയും കേട്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത്രയ്ക്കും അമ്മേരെ ഒരു ശക്തിയാണ് നമുക്കിതിനെല്ലാത്തിനും ഒരു പുണ്യം. എന്നുവെച്ചാൽ പണ്ട് ഇത്രയും ഇത് പുരോഗമനം ഇല്ലെങ്കിലും ഇപ്പം ജനങ്ങൾ അറിഞ്ഞ് വെളിനാട്ടിൽ നിന്നിന്റെ അപ്പുറം തന്നെ അമ്മേരെ നടയിൽ കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അത് സ്ത്രീകളുടെ ശബരിമലയായി. അവിടെയാണെങ്കിൽ പുരുഷന്മാരുടെ ശബരിമല, ഇവിടെ സ്ത്രീകളുടെ ശബരിമല. അപ്പൊ ഇതിന് അത്രയ്ക്കും അമ്മേരെ ഒരു ശക്തിയും പവറും എല്ലാമാണ്. പക്ഷെ ഇപ്പൊ അത് കൂടാതെ ഇപ്പൊ നമുക്ക് ഒരു കർണകി അമ്മയും കൂടെ വരെയാണ്. അപ്പൊ അത് ഇതിനേക്കാളും പുരോഗമനം ഉണ്ടാവും. ശാന്തമായ സമാധാനമായിട്ടുള്ള അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു ഐതിഹ്യം എങ്ങനെയാന്ന് അറിയാമോ? പൊങ്കാല എന്ന് വെച്ചാൽ നമ്മൾ 10 ദിവസം വ്രതം പിടിക്കണം. അതിനായിട്ടുള്ള കഴിവും ശക്തിയും കൊടുത്ത് അമ്മ ഒരു കാര്യം വിചാരിച്ച് പൊങ്കാല ഇട്ടാൽ അത് കാര്യം ഉറപ്പായിട്ട് നടന്നിരിക്കും. അതിന് 10 ദിവസത്തെ വ്രതം പിടിക്കണം. വ്രതം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വ്രതമല്ല, നല്ല ഒരു ഇതായിട്ട് നിന്ന് വ്രതം പിടിച്ച് പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിച്ച് അതിനത്രയ്ക്കുള്ള ഒരു പവർ തന്നെയാണ്. അമ്മ എന്ന് വിളിച്ചാൽ നമുക്ക് പെറ്റ അമ്മ തന്നെ. ഇത് തന്നെയാണ് ആറ്റുകാല അമ്മയാണ് നമ്മുടെ അമ്മ. എനിക്ക് ഒരുപാട് കാര്യം ഇന്ന് എന്റെ അറിവായ കാലം മുതല് ഞാനൊരു സങ്കടം അമ്മേരെ മനസ്സിൽ പതിഞ്ഞു പറഞ്ഞാൽ അതെനിക്ക് ഉറപ്പായിട്ട് നടന്നിരിക്കും.
എന്റെ ഈ അമ്മ സത്യമായിട്ട് അത് നടന്നിരിക്കാനും ഒരു മാറ്റവും ഇല്ല. എന്നുവെച്ചാൽ അത്ര വിശ്വാസം എനിക്ക് അമ്മേരോടുള്ള, അമ്മേരെ മോളാണ് എനിക്ക് ഉറപ്പ് പറയണം. ഞാൻ അമ്മേരെ മോള് തന്നെയാണ്. കാരണം അമ്മ എനിക്കൊരു ഭാഗ്യം ഇവിടെ തന്നാണ്. ഇവിടെ അമ്മയെ വിട്ട് ഞാൻ പോയി. ഞാൻ പോവേണം അമ്മ, ഇനി ഞാൻ അമ്മേരെ നടയിലില്ലാന്നും പറഞ്ഞ് ഞാൻ അമ്മയെ വിട്ടു പോയി. അപ്പോഴാ 3 വർഷം കൊറോണ കൊണ്ടൊന്ന് ലോകം മൂടിച്ച്. അതേ അമ്മ 10:30 മണിക്ക് ഒരു 2 കൊല്ലം കഴിഞ്ഞ് 3-ാമത്തെ കൊല്ലത്തെ 10:30 മണിക്ക് ഇവിടെ കുടിയിരുത്തണം അമ്മയെ. ആ സമയം ഞാൻ നിക്കണത് ആലുവേലി. അവിടെ എന്റെ അമ്മ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു. ഇനി ഇതോടെ എല്ലാം അവസാനിച്ച് എന്റെ നടയിൽ നീ ഇരിക്കണം, ഞാനും നിന്റെ കൂടെ ഉണ്ട്, എനിക്ക് ഇതാണെന്ന് പറഞ്ഞ അമ്മ എനിക്ക് അത്രയും ഒരു പേരും പെരുമയും എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അമ്മേരെ ഈ സ്ഥലമാണ് ഇന്ന് കേസ് പറഞ്ഞ് കിടക്കുകയാണ്. ആ സ്ഥലം ഇന്ന് എന്റെ കയ്യിലാണ്. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഇരിക്കണത്. ഇതിന്റെ ഇടയ്ക്ക് ഒറ്റരുമില്ല. ഈ അമ്മയെ കാണാൻ വേണ്ടി വന്നയാണല്ലേ? വീട് എവിടെയാ? എന്റെ വീട് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മാഞ്ഞൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞങ്ങൾ താമസിക്കുന്ന ബോംബെയിലാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ ചേട്ടന്റെ വീട്ടിൽ വരുമ്പോ ഇവിടെ അമ്മയെ കാണാനായിട്ട് വരും. അമ്മയെ അത്രയും വിശ്വാസമാണ്? അത്രയ്ക്ക് വിശ്വാസമാണ്. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരുമ്പോ ഇവിടെ വന്ന് തൊഴുതിട്ടേ പോകത്തുള്ളൂ. ഞങ്ങൾക്ക് വരുമ്പോ നല്ലതായിട്ട് ദർശനവും കിട്ടുന്നുണ്ട് ഇവിടെ. ഇപ്പൊ പൊങ്കാലയ്ക്ക് 2 ദിവസം മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. എന്തോ പുള്ളിക്കാരിക്ക് അന്നേരം ലീവ് കിട്ടും. ഇപ്പം പുള്ളിക്കാര് ഈ മാസത്തില് 12-13 ലീവ് അതെടുത്ത് തീർത്തില്ലെങ്കിൽ ഞാൻ പല പ്രാവശ്യം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പൊങ്കാല ഇടണമെന്ന്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. അടുത്ത വർഷം അമ്മ അനുഗ്രഹിച്ചാൽ എനിക്ക് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പൊങ്കാല ഇടാൻ പറ്റൂ. അല്ലാതെ പറ്റില്ല. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നാട്ടില് വന്നാലും ആദ്യം വരണത് ആറ്റുകാലമ്മേരെ അടുത്താണ്. ഇന്നലെ വന്നു, ഇന്നിതാ ഇവിടെ വന്നു. ഇപ്പൊ വന്നാലും അവരാദ്യം ഇവിടെയാണ് വരുന്നത്. പൊങ്കാല ഇടുന്നുണ്ടോ? ഞാൻ വരും. ഞാൻ കഴിഞ്ഞ ഏരിയ പൊങ്കാല ഇടാൻ വന്നു. എല്ലാ തവണ ഇടാറുണ്ടോ? സ്ഥിരം വന്നിട്ടില്ല, വന്നോണ്ട് പിന്നെ വയ്യാതെ കഴിഞ്ഞ പ്രാവശ്യം വന്നു. ഇപ്രാവശ്യവും പറ്റുമെങ്കിൽ വരാൻ തന്നെ. ഞങ്ങൾക്ക് അവിടെയുണ്ട്. ഇവിടെ പൊങ്കാല നടക്കണമെന്ന് മഹാരാഷ്ട്രയിലെ അമ്പലത്തില് വെച്ച് എല്ലാവരും പൊങ്കാല ഇടും. അവിടെ അയ്യപ്പന്റെ അമ്പലം, ദേവിയുടെ അമ്പലം, എല്ലാ വർഷവും അവിടെ നമ്മള് ജനുവരി 26 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 18 ഡേറ്റ് ഒന്നും അവിടെ എല്ലാ വർഷവും കൂടും. ഈ ആറ്റുകാല അമ്മേനെ വിശ്വസിക്കാനുള്ള ഒരു കാരണം എന്താ? നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് നമ്മളെ അപ്പന്മാരും അമ്മമാര് പറഞ്ഞു തന്നെ അതാ വെച്ചാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ജനിക്കുമ്പോ ഉള്ള അമ്പലമാണ്. നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ അമ്മയെ വിളിച്ചാൽ പുറത്തുണ്ടെന്ന്. പല സമയങ്ങളിൽ നമ്മുടെ എല്ലാ വിഷമഘട്ടങ്ങളിലും അമ്മയെ വിളിച്ചു കഴിഞ്ഞു. ഞങ്ങൾ പൊങ്കാല ഇവിടെ ഇട്ടില്ലെങ്കിൽ ഞങ്ങൾ അവിടുന്ന് പ്രസാദത്തിന് വേണ്ടി അമ്മയെ ഇവിടെ വിളിക്കും. പക്ഷെ ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല.